ലഷ്കർ ഇ തയ്യബയുടെ പ്രധാന മേധാവിയായ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ഹാഫിസ് സയ്യിദിന്റെ വലങ്കയായി തന്നെ താഹ-ഉർ റാണയെ അറിയപ്പെട്ടിരുന്നു. താഹ-ഉർ റാണയെ ഇന്ത്യ പിടികൂടിയതിന് പിന്നാലെ, ഇന്ത്യയിൽ എത്തിക്കുന്നതിന് പിന്നാലെ അതിനുള്ള ഒരു തിരിച്ചടിയായി തന്നെ ഈ ആക്രമണത്തെ പലരും വിശേഷിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് 18 ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിച്ച റാണയെ NIA ഇന്ന് കോടതിയിൽ ഹാജരാക്കി വീണ്ടും കസ്റ്റഡി അപേക്ഷ നീട്ടിയത്. NIAയുടെ അപേക്ഷ അനുസരിച്ച് ദില്ലിയിലെ കോടതി കാലാവധി നീട്ടുകയായിരുന്നു. NIA കസ്റ്റഡിയിലുള്ള താഹ-ഉർ റാണയിൽ നിന്നും മുംബൈ ഭീകരാക്രമണത്തെ സംബന്ധിച്ചുള്ള പരമാവധി വിവരങ്ങളാണ് NIA ശേഖരിക്കുന്നത്. നിരവധി നിർണായകമായ കാര്യങ്ങൾ ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട്. പാകിസ്ഥാന്റെ പങ്ക് തെളിയിക്കാൻ കഴിയുന്ന, പാകിസ്ഥാനിലെ സൈനിക മേധാവി അടക്കം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയുന്ന ഏക തുമ്പാണ് താഹ-ഉർ റാണ. റാണയുടെ സ്ഥാപനത്തിന്റെ പ്രതിനിധി എന്ന നിലയിലായിരുന്നു ഡേവിഡ് ഹെഡ്ലി മുംബൈയിൽ ആദ്യമെത്തിയത്. ആദ്യമായി മുംബൈയിലെത്തിയ ഇയാൾക്ക് റാണയുടെ നിർദ്ദേശമനുസരിച്ച് ബഷീർ ഷെയ്ഖ് എന്ന വ്യക്തി സൗകര്യങ്ങൾ ഏർപ്പാടാക്കി. താമസിക്കാൻ ഹോട്ടലും പുതിയ ഓഫീസ് സൗകര്യം കണ്ടെത്താൻ നൽകിയതുമൊക്കെ ഷെയ്ഖ് ആയിരുന്നു. റാണയുടെ നിർദ്ദേശമനുസരിച്ച് ഷെയ്ഖ് ഹെഡ്ലിയെ സ്വീകരിച്ചുവെന്നും NIA ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്. റാണയുടെയും ഹെഡ്ലിയുടെയും പദ്ധതികൾ അനുസരിച്ച് ഷെയ്ഖിന് കൃത്യമായ വിവരമുണ്ടായിരുന്നു, ഇതേക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ടായിരുന്നു എന്നതിൽ ഏജൻസി അന്വേഷണം നടത്തുകയാണ്. മുംബൈ ജോഗ്വേരി സ്വദേശിയായ ഷെയ്ഖ് ഇതുവരെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇയാൾ ഇന്ത്യ വിട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. കൂടാതെ ഹെഡ്ലിയുടെ ഇന്ത്യയിലെ മറ്റ് യാത്രകളിലൊക്കെ റാണയായിരുന്നു ഒപ്പമുണ്ടായിരുന്നത്. അതല്ലെങ്കിൽ റാണ സഹായത്തിനായ ആളുകളെ നിയോഗിച്ചിരുന്നു. എന്തിനേറെ പറയുന്നു, ഇപ്പോഴത്തെ അവസ്ഥയിൽ റാണ ജീവന് വേണ്ടി ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. താൻ ഇവിടെ കൊല്ലപ്പെടുമെന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നു. താഹ-ഉർ റാണയുടെ അപേക്ഷ ഇപ്പോൾ കോടതി തള്ളിയിട്ടുണ്ടായിരുന്നു. കുടുംബത്തോട് സംസാരിക്കണമെന്ന അപേക്ഷയായിരുന്നു ദില്ലി പാട്യാല ഹൗസ് കോടതി തള്ളിയത്. വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിവരങ്ങൾ പുറത്തു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഈ ആവശ്യത്തെ ശക്തമായി തന്നെ NIA കോടതിയിൽ വാദിക്കുകയുണ്ടായിരുന്നു. തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കോടതി അത് ശരിവയ്ക്കുകയാണ് ചെയ്തത്. ഒരു വിദേശ പൗരൻ എന്ന നിലയിൽ കുടുംബത്തോട് സംസാരിക്കുന്നത് മൗലിക അവകാശമെന്നായിരുന്നു റാണ വാദിച്ചത്. തൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് കുടുംബാംഗങ്ങൾക്ക് ആശങ്കയുണ്ടെന്നാണ് റാണ കോടതിയിൽ പറഞ്ഞത്. പക്ഷേ അതൊന്നും തന്നെ ഇന്ത്യ കണക്കിലെടുത്തില്ല എന്നുള്ള വ്യക്തമായ സൂചനയും ഇതിലൂടെ തന്നെ ലഭ്യമാവുകയാണ്. പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തികളിൽ വളർന്നു വരുന്ന വെല്ലുവിളികളെ ഒറ്റയ്ക്ക് നേരിടാൻ വേണ്ടി സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് തുർക്കിയുടെ സൈനിക പിന്തുണ അടക്കം ആവശ്യപ്പെട്ട് മുന്നോട്ട് പോകുന്നതും തുർക്കി അത് വാഗ്ദാനം ചെയ്തിരിക്കുന്നതും. സൈനിക ചരക്ക് കൈമാറ്റം നടന്നുവെന്ന് തുർക്കിയും പാകിസ്ഥാനും ഒരുപോലെ തന്നെ സ്ഥിരീകരിക്കുന്നു. പക്ഷേ എന്തൊക്കെയാണ് നൽകിയത്, കയറ്റുമതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇതൊന്നും തന്നെ പുറത്ത് വിട്ടിട്ടില്ല. ചൈനയാകട്ടെ മറുഭാഗത്ത് എല്ലാ തരത്തിലും പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നെങ്കിലും സൈനിക സഹായം വാഗ്ദാനം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് തുർക്കിയുടെയും പിന്തുണയായി നോക്കി കാണേണ്ടത്. ഡ്രോൺ അടക്കമുള്ള സൈനിക സഹായങ്ങൾ ഇതിനോടകം പാകിസ്ഥാന് തുർക്കി നൽകിയ സാഹചര്യത്തിലാണ് ഇതിനു പുറമെ ദീർഘദൂര മിസൈലുകൾ അടക്കം ചൈന എത്തിച്ചിരിക്കുന്നത്. ഇന്ത്യയുമായി യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു പാകിസ്ഥാൻ എന്ന സംശയം കൂടുതൽ ബലപ്പെടുന്നു. എന്തു തന്നെ സംഭവിച്ചാലും ഇന്ത്യ ശക്തമായി തന്നെ ഇതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ നടത്തിപ്പോരുകയാണ്. പഹൽഗാം ആക്രമണത്തിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി ചൈന ഈ ഘട്ടത്തിൽ മുന്നോട്ട് വരികയാണ്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാഖ്ദാരുമായി ഫോൺ സംഭാഷണം നടത്തി ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള സ്ഥിതിഗതികൾ തങ്ങളുടെ രാജ്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നാണ് ചൈന പറയുന്നത്. ഇരുപക്ഷവും സംയമനം പാലിക്കണമെന്നാണ് വിദേശകാര്യമന്ത്രി വാങ് യി പറയുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ചയാണ് സംഘടിപ്പിക്കുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പ് ഇന്ത്യക്കുണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന പക്ഷം അതിനെ എങ്ങനെ നേരിടണം, അതിനുള്ള വിധം ഉൾപ്പെടെ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ കൂടിയാണ് സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാനുമായി കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് ചർച്ച ചെയ്തത്. ഈ സ്ഥിതി വിവരങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ നിർണായക യോഗവും. നിയന്ത്രണ രേഖയിലാകട്ടെ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടേ മുന്നോട്ട് പോവുകയാണ്. അടുത്ത ദിവസങ്ങളിൽ തുടർച്ചയായി 4ാം തവണയാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത്. പൂഞ്ചിനും കുപ്വാരയ്ക്കും സമീപത്തുള്ള മേഖലയിൽ അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ചെറിയ തോതിലുള്ള വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്. ആക്രമണത്തോട് തക്കതായ രീതിയിൽ ഇന്ത്യയും പ്രതികരിച്ചുവെന്നാണ് സൈനിക വക്താവ് പറഞ്ഞിരിക്കുന്നത്. ജമ്മുകാശ്മീരിലും അതിർത്തി മേഖലയിലുമൊക്കെ ജാഗ്രത ഇരട്ടിയോളം വർദ്ധിപ്പിച്ചിരിക്കുന്നുവെന്നും സൂചന ലഭിക്കുന്നു. സ്ഥിതിഗതികളൊക്കെ തന്നെ കൃത്യമായി വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഡിഫൻസ് തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിക്ക് ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതനുസരിച്ചുകൊണ്ട് വ്യക്തമായ സൂചനകൾ നൽകി മുന്നോട്ട് പോയിട്ടുണ്ട്. അതിനെ തുടർന്ന് എന്ത് നീക്കം വേണമെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു
തന്ത്രപരമായ ഒരു നടപടി സ്വീകരിക്കുമെന്നതിലും സംശയമില്ല. ഭീകരാക്രമണത്തെ തുടർന്ന് ജമ്മു കശ്മീർ നിയമസഭ പ്രത്യേക സമ്മേളനവും നടത്തിയിരുന്നു. ഭീകരാക്രമണത്തെ ഒന്നടങ്കം അപലപിച്ചുകൊണ്ട് ഒരു പ്രമേയം പാസാക്കി മുന്നോട്ട് പോവുകയാണ്. ഈ പ്രശ്നത്തെ, ഈ വിപത്തിനെ ഒറ്റക്കെട്ടായി നിലകൊള്ളും, ഒറ്റക്കെട്ടായി നേരിടുമെന്നും കശ്മീർ ജനതയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. രാജ്യസുരക്ഷ മുൻനിർത്തി കേന്ദ്ര സർക്കാർ അതിനിർണായകമായ നടപടികൾ തന്നെയാണ് സ്വീകരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ നമുക്കത് വീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.